രാമായണം വായിക്കുന്നത് രാമനായി തീരാനാണ്, ഭാഗവതം വായിക്കുന്നത് കൃഷ്ണനായി തീരാനാണ്. എന്ന് വെച്ചാൽ അവർ കാണിച്ചു തന്ന ഉത്തമമായിട്ടുള്ള ജീവിതപാഠങ്ങൾ നമ്മളും ശീലിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം. ലോകത്തിൻ്റെ ആധാരമാണ് ധർമ്മം. എല്ലാ ജീവികൾക്കും നന്മയും ശ്രേയസ്സും കൊടുക്കുന്നതാണ് ധർമ്മം. ധർമ്മത്തിലൂടെ മാത്രമേ ഉത്തമമായ സംസ്കാരത്തെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. ധർമ്മം ആചരിക്കുന്നവർക്ക് സുഖവും ശാന്തിയും കീർത്തിയും വിജയവും തീർച്ചയായും ഉണ്ടാവും. മറിച്ച് ധർമ്മത്തെ ഉപേക്ഷിക്കുന്നവർക്ക് ഒടുവിൽ ദുഃഖവും അശാന്തിയും മാത്രമായിരിക്കും മിച്ചം വരുന്നത്. ധർമാചരണം തന്നെയാണ് നമ്മെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. എങ്കിലും ധർമ്മതത്വം വളരെ സൂക്ഷ്മമാണ്, ഗ്രഹിക്കാൻ വളരെ പ്രയാസമുള്ളതുമാണ്. കാലോചിതമായ ധർമ്മം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതിനതൊക്കെ ആത്മവീര്യമുള്ള മഹാപുരുഷന്മാർ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർ ലോകത്തിന് പ്രചോദനമാകും. അവരുടെ ജീവിത മാതൃകയിലൂടെ ധർമ്മം ഉദ്ധരിക്കപ്പെടുന്നു, സംസ്കാരം പുഷ്ടപ്പെടുന്നു, അവരുടെ ചരിത്രങ്ങൾ ഇതിഹാസങ്ങളായി മാറുന്നു. അങ്ങനെ നമുക്ക് ലഭിച്ച 2 ഇതിഹാസങ്ങളാണ് മഹാഭാരതവും രാമായണവും. ഇതിഹാസങ്ങൾ മഹാപുരുഷന്മാരുടെ ചരിത്രങ്ങൾ മാത്രമല്ല, അവ ധർമ്മശാസ്ത്രങ്ങളുമാണ്, മോക്ഷശാസ്ത്രങ്ങളുമാണ്. അവ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് ആർദ്രമാകുന്നു, മൂല്യങ്ങൾ അതിനോടൊപ്പം വളരുന്നു. അങ്ങനെ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു. ഈ ഗുണങ്ങളെല്ലാം പൂർണ്ണതോതിൽ രാമായണത്തിലുള്ളതായി നമുക്ക് കാണാം. അതുകൊണ്ടാണ് സമൂഹത്തിൽ ധർമ്മബോധവും ഈശ്വരഭക്തിയും വളർത്താനുള്ള ഉത്തമമായ ഉപാധിയായി രാമായണത്തെ ആചാര്യന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ മലയാള മണ്ണിലും കർക്കിടകം രാമായണ മാസമായി ആചരിക്കപ്പെടാൻ തുടങ്ങി. വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഒരേപോലെ അച്ചടക്കവും ആത്മനിയന്ത്രണവും കൊണ്ടുവരാൻ രാമായണ പഠനം സഹായിക്കുന്നു. രാമായണ പാരായണത്തിലൂടെ രോഗവും ദുരിതവും സമൂഹത്തിൽ കുറയുമെന്നാണ് വിശ്വാസം. മഴക്കാലം ആരംഭിക്കുന്നതോടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നു. കർക്കിടക മാസം നിരവധി മരണങ്ങൾ നടക്കുന്ന മാസം കൂടിയാണ്. കർക്കിടകം 10 കഴിഞ്ഞാൽ എത്ര മക്കളുണ്ടെന്ന് പറയാമെന്ന് മുത്തശ്ശികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ ചെറുപ്പത്തിൽ. സൂര്യപ്രകാശന കുറവും തണുത്ത കാലാവസ്ഥയും നമ്മുടെ മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉന്മേഷവും ആത്മവിശ്വാസവും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തമ ഉപാധിയാണ് രാമായണ പാരായണം. രാമായണം വായിക്കുന്നത് രാമനായി തീരാനാണ്, ഭാഗവതം വായിക്കുന്നത് കൃഷ്ണനായി തീരാനാണ്. എന്ന് വെച്ചാൽ അവർ കാണിച്ചു തന്ന ഉത്തമമായിട്ടുള്ള ജീവിതപാഠങ്ങൾ നമ്മളും ശീലിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ അവരെ പോലെ പൂർണ്ണതയിലേക്ക് വരണം. അങ്ങനെ നമ്മുടെ ഉള്ളിലെ രാമനെ ഉണർത്താൻ രാമായണ മാസം നമ്മളെല്ലാം സഹായിക്കട്ടെ. നമ്മുടെ സനാതന സിസ്റ്റം 2 പ്രായോഗികമായ വേദാന്തമാണ്, ദ്വൈതന്താണ്. ഒന്നിനും നിസ്സാരമായി കാണുന്നില്ല. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഒരു കേടായ വാച്ചും 2 കട്ടയും കാണിക്കും എന്ന് പറയാറുണ്ടല്ലോ. വാൽമീകി മഹർഷി ആരായിരുന്നു? പാശ്ചാത്യ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയല്ലോ. ഒരു വേശിക്കും പാശ്ചാത്യ വെച്ച് അല്ലെങ്കിൽ മനസ്സ് മാറ്റിയാൽ തിരിഞ്ഞു വരാം. അങ്ങനെയുള്ള കഥകൾ തന്നെ ഉണ്ടല്ലോ. 2 കൂട്ടുകാരികളുണ്ട്. ഒന്ന് വേശി, ദിവസവും രാവിലെ വേശി തിരിച്ചു പോകും. മറ്റേ കൂട്ടുകാർ ഭാഗവതം വായിക്കാൻ പോകും. ഭാഗവതം വായിക്കാൻ പോകുന്ന സ്ത്രീ ഭാഗവതം വായിക്കുന്നതിനിടയിൽ മുഴുക്കുകയും ചിന്തിക്കുകയാണ്, അവൾ വേശിത്തരുന്നില്ലേ, പാവം ചെയ്യുന്നു. അപ്പോൾ വേശ്യ സ്ത്രീ, ഈശ്വര എൻ്റെ കൂട്ടുകാരി നല്ല കാര്യങ്ങൾ പറയുന്നു, നല്ലത് ചെയ്യുന്നു, നല്ല പ്രവർത്തിക്കുന്നു, ഭാഗവതം വായിക്കുന്ന നല്ല കാര്യങ്ങൾ പറയും, പ്രാർത്ഥിക്കാനുള്ള സമയങ്ങൾ കിട്ടുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, മറ്റൊരു വഴിയില്ല, ഞാൻ ഭാവിയാണല്ലോ. ശൈലാശിലാന്ന് വിളിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും വേശിത്തരത്തിലും ആ നാമസ്മരണയോടുകൂടി ദുഃഖത്തോടുകൂടി ആണ് മനസ്സിനകത്ത് എപ്പോഴും ആ സ്മരണയുണ്ട്. അപ്പം 2 പേരും ഒരു സാഹചര്യത്തിൽ മരിച്ചു. നോക്കിയോ, ഭാഗവതം വായിച്ച സ്ത്രീ നരകത്തിലും വേശ്യ സ്വർഗത്തിലും ഇരിക്കുന്നതെന്നാണ് കഥ. എന്ന് വെച്ചാൽ ഭാഗവതം വായിച്ചെങ്കിലും അവരുടെ മനസ്സ്
മറ്റേ പെണ്ണെ പറ്റി ദൂഷിച്ചുകൊണ്ടും ചീത്ത ചെയ്ത് വിചാരിച്ചുകൊണ്ട് വരുന്നു. വേശിത്തരം ചെയ്ത പെണ്ണ് വേശിത്തരമാണെങ്കിലും നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ, ഈശ്വര 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 വിളിച്ചു. അപ്പോൾ മനോഭാവമാണ് എന്ന് വെച്ചാൽ വേശിത്തരത്തിൽ പോകാനല്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കും തിരിഞ്ഞു വരാം. എങ്ങനെയായാലും പാശ്ചാത്യം വന്നാൽ നമുക്ക് പിന്നെ പുറകോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിലും നല്ല ഭാഗങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് നല്ല നിലയ്ക്ക് ഉണരാനും ഉയരാനും സാധിക്കും. നമ്മൾ മനസ്സിനെ മുന്നോട്ട് ഉണർത്തിക്കൊണ്ട് വരികയും ചെയ്യണം. പഴയതിനെ മറക്കാനും ചെയ്യാതിരിക്കാനും വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം.